2024 ഒക്ടോബർ 18 ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി PP ദിവ്യയുടെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും ബിനാമി സ്വത്തുക്കൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഫലമായി 2025 ജനുവരി 22 ഈ പറയപ്പെട്ട PP ദിവ്യ ഉൾക്കൊള്ളുന്ന അഴിമതികളുടെയും ബിനാമി കമ്പനിയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഉൾപ്പെടെയുള്ള ഭൂമി ഇടപാടിൻ്റെയും എല്ലാം രേഖകൾ സഹിതം പൊതുമധ്യത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 21 ഒരു മാസത്തിന് ശേഷം ഈ പറയപ്പെട്ട രേഖകളും തെളിവുകളും സഹിതം സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് ചെന്ന് പരാതി നൽകുകയും ചെയ്തു. ഏതാണ്ട് 6 മാസം പൂർത്തിയാവുകയാണ്. ഈ പറഞ്ഞതുപോലെ വിജിലൻസ് ഡയറക്ടർക്ക് PP ദിവ്യയുടെ അഴിമതി സംബന്ധിച്ചും ബെനാമി സ്വത്തിടപാടുകൾ സംബന്ധിച്ചുമുള്ള കൃത്യമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ട് 6 മാസം പിന്നിടുമ്പോഴും ഒരു നടപടിയും ഇന്ന് വരെ വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഉണ്ടായില്ല. അത്ഭുതപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പരാതിക്കാരൻ എന്ന നിലയിൽ ഈ 6 മാസത്തിനിടയിൽ എൻ്റെ മൊഴി പോലും രേഖപ്പെടുത്താൻ വിജിലൻസ് തയ്യാറായില്ല. ഇതിനിടയിലാണ് ഈ ബിനാമി ഇടപാടുകളും അഴിമതിയും അന്വേഷിച്ചാൽ പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ഇതിന് അന്വേഷണം നീളുമെന്ന ഭയമാണ് ഈ അന്വേഷണം സർക്കാരും പാർട്ടിയും ചേർന്ന് അട്ടിമറിക്കുന്നതിന് പിന്നിൽ എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് പുറത്തു വന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കോടികളുടെ തിരിമറിയും ക്രമക്കേടും അഴിമതിയും കണ്ടെത്തി FIR ഇട്ട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ച അന്നത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ഉൾപ്പെടെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ഈ PP ദിവ്യയുടെ കേസ് ഒരു കാരണമായി എന്ന വാർത്തകളന്ന് പുറത്തു വന്നു. പിന്നീട് അദ്ദേഹത്തിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, DGP സ്ഥാനത്തേക്കുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് പോലും അദ്ദേഹത്തെ അതിൽ പോലും പരിഗണിക്കാതെ സർക്കാരും CPM തഴയുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പാർട്ടി തീരുമാനമനുസരിച്ച് PP ദിവ്യയോടൊപ്പം ചില ഉന്നത CPM നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി സർക്കാർ തലത്തിൽ വിജിലൻസ് അന്വേഷണവും അട്ടിമറിക്കപ്പെടുന്നു എന്ന ഒരു തിരിച്ചറിവിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ അഴിമതിയുടെയും ഈ ബിനാമി ഇടപാടുകളുടെയും ഗൗരവവും വ്യാപ്തിയും കൂടെ കണക്കിലെടുത്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഇക്കാര്യത്തിൽ നീതി തേടി കൃത്യമായി ഈ തെളിവുകളും ഈ ക്രമക്കേടുകളും ഇതിലെ യഥാർത്ഥ അഴിമതിക്കാരും ബിനാമി ഇടപാടുകാരുമെല്ലാം പുറത്തു വരണമെന്ന ലക്ഷ്യം മുൻനിർത്തി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. അതിലേറ്റവും ഗൗരവമുള്ള ചില വിഷയങ്ങൾ കൂടി, ഒരു പക്ഷേ ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ PP ദിവ്യയുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് കേവലം PP ദിവ്യ എന്ന ചെറിയ മീനിൽ ഒതുങ്ങുന്നതല്ല, വലിയ മീനുകൾ ഈ ബിനാമി ഇടപാടുകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്ന ചില വാർത്തകൾ കൂടി പാർട്ടിക്കകത്തുനിന്ന് തന്നെ ചില പരാതികളുടെയൊക്കെ രൂപത്തിൽ പുറത്തു വരുമ്പോൾ ഇതെല്ലാം ഒരു കൃത്യമായ ചെയിനിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ ഘട്ടത്തിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിജിലൻസിനെ സമീപിച്ചത്.
അതിനുശേഷമുള്ള ഈ 6 മാസക്കാലത്തിനിടയിൽ വ്യത്യസ്ത തലത്തിൽ ഈ കണ്ണിയുടെ ഈ വലിയ മാഫിയ അഴിമതി കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിവിധ തലത്തിലുള്ള CPM നേതാക്കളെ കുറിച്ചുള്ള വളരെ ആധികാരികമായ വിവരങ്ങൾ ശേഖരിച്ച് കയ്യിലുണ്ട്. ഞാൻ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് ഒരു മൊഴിയെടുക്കുന്ന ഘട്ടത്തിലോ അതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ഘട്ടത്തിലോ ഒക്കെ സമർപ്പിക്കാതിരുന്ന ആവശ്യമായ രേഖകൾ ഉൾപ്പെടെ കയ്യിലുണ്ട്. അതിനി കോടതിയെ ഉൾപ്പെടെ സമീപിക്കുന്ന ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നീതി ലഭ്യമാകാത്ത ഈ അഴിമതി തുറന്നു കാണിക്കാൻ അവസരം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് പൊതുമധ്യത്തിലേക്ക് വിളിച്ചു പറയുന്ന സാഹചര്യം വരും. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആധികാരികമായ രേഖകൾ സഹിതം പുറത്തു പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ വിജിലൻസിൻ്റെ ഒളിച്ചുകളിയും ഈ പറഞ്ഞ രാഷ്ട്രീയ താല്പര്യവും കേവലം PP ദിവ്യയെ മാത്രം രക്ഷിക്കാൻ വേണ്ടി ഇത്ര റിസ്ക് എടുത്ത് ഗവൺമെൻറ്റും വിജിലൻസും എല്ലാം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല. അതിൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തവുമാണ്. അല്ല, ഞാനത് തന്നെ നവീൻ ബാബുവിൻ്റെ വിഷയം ഉയർന്നു വന്ന സമയത്തിൽ ആദ്യം ഞാൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. അന്ന് ഈ പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും പലതരത്തിലുള്ള ആരോപണങ്ങൾ അന്ന് വന്നു. അതിനിപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് CPM CBI അന്വേഷണത്തെ ഇങ്ങനെ ഭയക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയുടെ അന്വേഷണത്തെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ഏറ്റവും ഒടുവിൽ കോടതിയിൽ കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിൻ്റെ കുടുംബം തുടരന്വേഷണം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചതും പോലീസും അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ആദ്യഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി ഓർമ്മയുണ്ടാവും ഞാൻ കരുതുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യത്തെ പ്രതികരണം വന്നത് MV ഗോവിന്ദ മാഷിൻ്റെ ഭാഗത്തു നിന്നാണ്. എന്ത് CBI, എന്തിന് CBI എന്ന്. CPMൻ്റെയും ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെയും കൃത്യമായ തീരുമാനപ്രകാരമാണ്. ഇത് കേരള പോലീസിനപ്പുറത്തേക്ക് ഒരു സംവിധാനം അന്വേഷിക്കാൻ പാടില്ല. അന്വേഷിച്ച് സംഭവിക്കാൻ പോകുന്ന ഏതെങ്കിലും തരത്തിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ CPM നേതാക്കൾ പ്രതിക്കൂട്ടിലാവുന്നുള്ള വിഷയമല്ല. PP ദിവ്യക്ക് അപ്പുറത്തേക്ക് ഒരു പ്രതിയും ആ കേസിൽ വരുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ നേരെ മറിച്ച് സംഭവിക്കാൻ പോകുന്നത് ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഈ പറയപ്പെട്ട ബിനാമി ഇടപാടുകളും ഇതിലെ പണത്തിൻ്റെ ഉറവിടവും അത് തേടി പോയാൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ പരാതിയൊക്കെ പുറത്തു വന്നതുപോലെ അങ്ങ് ലണ്ടൻ വരെ പോയാലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യം മാഷും ഈ പറയപ്പെട്ട ആളുകളൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം ഇത്ര റിസ്ക് എടുത്ത് വിജിലൻസ് അന്വേഷണം പോലും അട്ടിമറിക്കപ്പെട്ടത്. ആ റിപ്പോർട്ട് പോലും പൂഴ്ത്തിയോ എന്ന് സംശയിക്കുന്നു. ഗുരുതരമായ ക്രമക്കേടുകൾ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയുടെ കാലത്ത് അതിൽ കണ്ടെത്തിയ ആ റിപ്പോർട്ടിന്റെ പുറത്ത് FIR അന്വേഷിക്കാൻ ഉത്തരവിട്ടത് എന്തിനായി സർക്കാർ വേണ്ടത് വെച്ചത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? കേവലം PP ദിവ്യയെ മാത്രം രക്ഷിക്കാനാണെന്ന് നമുക്ക് കരുതാൻ വേണ്ടി കഴിയുമോ? അതിന്റെ ഉത്തരം തേടിയിട്ട് തന്നെയാണ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായ ഞാൻ തുടക്കം മുതൽ സൂചിപ്പിച്ച പുറത്തു കൊണ്ടുവന്ന നിരവധി വിഷയങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, പാലക്കയം ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, ജില്ലാ പഞ്ചായത്തിലെ സിൽക്ക് വഴി കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിനാമി കമ്പനിക്ക് നൽകിയ കോടിക്കണക്കിന് രൂപയുടെ കരാറ്, ജില്ലാ നിർമ്മിതി കേന്ദ്ര വഴി നൽകിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കരാറ്, ഇതെല്ലാം വഴിവിട്ട് ബിനാമി കമ്പനിക്ക് പോയത്. ജില്ലാ ആശുപത്രിക്ക് സമീപം കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വകാര്യ ഭൂമി ജില്ലാ പഞ്ചായത്ത് പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിവരങ്ങൾ, അങ്ങനെ എണ്ണി അതിൻ്റെ എല്ലാം രേഖകളും തെളിവുകളും സഹിതം തന്നെയാണ് വിജിലൻസിനെയും സമീപിച്ചത്. അതേ രീതിയിൽ തന്നെയാണ് അതിന് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് രേഖകൾ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയും സമീപിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സമീപനമാണ് ഈ പരാതിയിന്മേൽ വിജിലൻസ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസമായി വിവരാവകാശ രേഖ പ്രകാരം ഞാൻ 3 തവണ ചോദിച്ചു. നേരിട്ട് വിജിലൻസ് ആസ്ഥാനത്ത് പോയി നിലവിലെ വിജിലൻസ് ഡയറക്ടറായിരുന്ന മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുമായി നേരിട്ട് ഞാൻ നൽകിയ പരാതിയിൽ എന്ത് നടപടി, ആ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്, എവിടെയാണിത് അന്വേഷിക്കുന്നത്, ആരാണിത് അന്വേഷിക്കുന്നത്, ഒരു വിവരവും ഒരു മറുപടിയും എനിക്ക് നൽകാൻ തയ്യാറായിട്ടില്ല. വിവരാവകാശത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ഓരോ തവണ നൽകുമ്പോഴും താങ്കളുടെ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്, അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ നിർവാഹമില്ല, മറുപടി നൽകാൻ നിർവാഹമില്ല എന്നുള്ള മറുപടിയാണ് തുടർച്ചയായി
വിജിലൻസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മടിയിൽ കനമുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞ അതേ വാചകം വീണ്ടും ആവർത്തിക്കാനല്ലാതെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും PP ദിവ്യ തന്നെ ഈ വിഷയത്തിൽ 2 തവണ ഫേസ്ബുക്ക് പോസ്റ്റായി രംഗത്ത് വന്നിരുന്നു. ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുപോലെ ജനുവരി 22-ന് പത്രസമ്മേളനം നടത്തി ഞാൻ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം വ്യാജ ആരോപണമാണ്, എൻ്റെ ഭർത്താവ് ഭൂമി വാങ്ങിയാൽ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ആദ്യം. രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞ വീണ്ടും നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ അന്ന് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ് എൻ്റെ ഹീറോ, അദ്ദേഹത്തെയാണ് ഞാൻ മാതൃകയാക്കുന്നത്, അതുകൊണ്ട് ഒന്നിനും മറുപടി പറയാനില്ല, കോടതിയിൽ പാക്കലാം, ഇതൊക്കെ പറഞ്ഞ് BGM ഇടാനുള്ള 5 ഡയലോഗുകൾ അടിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണം ഉന്നയിച്ച ഏതെങ്കിലും ഒരാരോപണത്തിൽ PP ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഹൈക്കോടതിയിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിശദാംശങ്ങളും തെളിവുകളും സഹിതം പറഞ്ഞു. അതോടൊപ്പം വിജിലൻസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഒളിച്ചുകളിയുണ്ട്. പരാതിക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ മൊഴി രേഖപ്പെടുത്താത്ത വിഷയം ഉൾപ്പെടെ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ വിവരാവകാശ നിയമപ്രകാരം പോലും ചോദിച്ചിട്ട് അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടികൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ പോലും ഇല്ല. ഇനി അഥവാ അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ എവിടെയെങ്കിലും ഒരു ഉത്തരം വേണമല്ലോ, അത് നടത്താൻ ആവശ്യമായ ഡയറക്ഷൻ നൽകണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നേരിട്ട് PP ദിവ്യ സഹായിക്കാൻ ഗോവിന്ദൻ മാഷ് നേരിട്ട് ഇടപെട്ടു എന്ന രീതിയിൽ തന്നെയാണ് ആരോപണം. സത്യത്തിൽ PP ദിവ്യയുടെ ബിനാമി കമ്പനി ഇടപാടുകളിൽ MP ഗോവിന്ദനും നേരിട്ട് തന്നെ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഇക്കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ നിങ്ങൾ പൊതുസമൂഹത്തിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ MP ഗോവിന്ദൻ മാഷിന്റെ പേര് അന്തരീക്ഷത്തിൽ നമ്മളൊക്കെ കേട്ടതാണ്. അതൊന്നുകൂടെ ബലപ്പെടുന്ന പല സംഭവങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ കണ്ടതാണ്. PP ദിവ്യ ജയിലിൽ പോകുന്ന സമയത്ത് ജയിലിൽ സന്ദർശിച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ MP ഗോവിന്ദൻ്റെ മാഷിൻ്റെ ഭാര്യ ശ്യാമള ടീച്ചർ. ഈ ഏറ്റവും അടുത്ത ദിവസം സമീപ ദിവസമാണല്ലോ മട്ടന്നൂർ ഉരുവച്ചാലിലെ CPM-ന്റെ വളരെ പ്രമുഖരായ പല നേതാക്കളും ഒരു അക്രമ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയത്. എന്തേ ശ്യാമള ടീച്ചർ പോയിട്ട് ആ സഖാക്കളെ ഒന്ന് കാണാത്തത്? അല്ലെങ്കിൽ മറ്റ് നിരവധിയായ ആളുകൾ, ഇവരൊക്കെ വലിയ രീതിയിൽ CPM ഉന്നത നേതാക്കളൊക്കെ പല കേസുകളുമായി ബന്ധപ്പെട്ട് പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പോകുന്നു. ഇവരെ ഒന്നും എന്തേ പ്രത്യേകം ശ്യാമള ടീച്ചർ പോയി കാണാത്തത്? എന്തുകൊണ്ട് PP ദിവ്യയെ ശ്യാമള ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ പോയി കണ്ടു? ഈ ചോദ്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ, ഈ ഉത്തരങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ സംശയത്തിന് ഉത്തരം കണ്ടെത്തുന്ന രീതിയിലേക്ക് തന്നെയാണ്. ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഞാനൊരു ആരോപണം ഉന്നയിച്ച് പറയുന്നതിനപ്പുറത്തേക്ക് ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെ ഇതൊന്ന് ചേർത്ത് വായിച്ചാൽ എന്താണ് അതിനകത്ത് മനസ്സിലാകുന്നത്? CPM നേതാക്കൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയമോ വിപ്ലവ മുദ്രാവാക്യമോ ഒന്നും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളൊന്നുമല്ല. ഇവരിപ്പോൾ ബിസിനസ് രംഗത്ത് സജീവമാകുന്ന, കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്ന രീതിയിലേക്കുള്ള കച്ചവട താല്പര്യമുള്ള മുതലാളിമാരുമായി കൂട്ടുകച്ചവടം നടത്തുന്ന ആളുകളായി CPM-ന്റെ ഉന്നത നേതാക്കൾ മുതൽ താഴെ തട്ടിലെ നേതാക്കൾ വരെ മാറിയിരിക്കുന്നു. അത് PP ദിവ്യ അതിനകത്തൊരു കണ്ണിയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ ഉന്നതരായ പല നേതാക്കളും അതിൽ കണ്ണികളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്തൊക്കെയാണ് പോളിറ്റ് ബ്യൂറോയുടെ കയ്യിലിരിക്കുന്നത്. ആ കത്തിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. എന്താ അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പുറത്തു വരട്ടെ. CPM പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നു, കത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നു. പരാതി നൽകിയിട്ടുള്ള ആളുകളും ഇതിൽ പറയപ്പെട്ട കക്ഷികളുമെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ആരെയാണ് ഇവരൊക്കെ ചേർന്ന് വിഡ്ഢികളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഗോവിന്ദ മാഷിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളെക്കെതിരെ ആരോപണം വരുന്നു. മാഷ് ഇതുവരെ മിണ്ടിയോ? എനിക്കെതിരെ ഒരു ആരോപണം വന്നാൽ, ഇങ്ങനെ വിഷയം വന്നാൽ അതില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയാൻ ഒന്നുകിൽ ഞാനത് അംഗീകരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് നിഷേധിക്കണം. ഈ പറയപ്പെട്ട ഉയർന്നു വന്ന പരാതിയിന്മേൽ ഒരു അക്ഷരം മിണ്ടാൻ CPM-ന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഈ സമയം വരെ തയ്യാറായോ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തി
അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായ മകനെതിരെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിർത്തി ഗുരുതരമായ ഒരു വിഷയം പുറത്തു വന്നിട്ട്, ഒരു വാർത്ത വന്നിട്ട്, ഒരു പരാതിക്കാരൻ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ മുന്നിൽ രംഗത്ത് വന്നിട്ട് അത്ഭുതം തോന്നുകയാണ്. ആ പരാതിക്കാരൻ പറയുന്ന മറ്റൊരു ഗൗരവമുള്ളൊരു വിഷയം കൂടെ ഉണ്ട്. ഈ പറയപ്പെട്ട ഗോവിന്ദ മാഷിന്റെ മകൻ ശ്യാംജിത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന് പറയുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ, ശ്യാംജിത്തിനെ ഭീഷണിപ്പെടുത്തി പോളിറ്റ് ബ്യൂറോക്ക് ലഭിച്ചൊരു പരാതി കൈക്കലാക്കാൻ മാത്രം എന്ത് കാര്യമാണ് ഈ പറയപ്പെട്ട വ്യക്തിയുടെ കയ്യിലുള്ളതെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? എന്തെങ്കിലും കാര്യത്തിൽ മറുപടി ഉണ്ടോ CPM? മറ്റൊരു വിഷയം, ഈ PK നവാസിനെതിരെ അതിരൂക്ഷമായ വിമർശനമായിട്ട് SFI സംസ്ഥാന വർഗീയവാദി എന്നാണ് പറഞ്ഞത്. അതിനകത്ത് വളരെ അത്ഭുതത്തോടെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള അത്തരം ഒരു പരാമർശത്തെ കഴിഞ്ഞ ദിവസം നോക്കുന്നത്. കാരണം SFI പോലുള്ള സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരാമർശം. ഒരു സർട്ടിഫൈഡ് വർഗീയവാദിയെ പോലെയാണ് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആ വിഷയത്തിലുള്ള പ്രതികരണം നടത്തിയത്. MSF പോലൊരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടെ ആ സംഘടന ഒന്നാകെ അധിക്ഷേപിക്കുന്ന വർഗീയവാദികളെന്ന് മുദ്രകുത്തുന്ന രീതിയിലേക്കുള്ള പ്രസ്താവന വന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു RSS BJP നേതാവിൻ്റെ വായിൽ നിന്നല്ല, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് കേട്ട് ഈ PS സഞ്ജീവിൻ്റെ പ്രസ്താവന കേട്ട്, പ്രസംഗം കേട്ട് തൊട്ട് പിന്നാലെ ചാടി ഉണർന്നത് ശശികല ടീച്ചറാണ്. ശശികല ടീച്ചർ മറ്റേ പഴയ പട്ടണപ്രവേശം സിനിമയിൽ ശ്രീനിവാസനും തിലകനും പറഞ്ഞതുപോലെ, ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും സ്വരം ഒരുപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് സഞ്ജീവെ ഞാനും നീയും പറയുന്നത് ഒന്ന് തന്നെയല്ലേ, ഒരേ ശബ്ദത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് എന്ന രീതിയിലേക്ക് വർഗീയ ശക്തികൾക്ക് കൂട്ടുപകരുന്ന, അവരോടൊപ്പം ചേർന്ന് നിന്ന് RSSനേക്കാൾ വലിയ വർഗീയ പ്രചാരകരായി SFI മാറിയതിലുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അല്ല, KSUവിനെ MSF വിഴുങ്ങോ, MSF KSUവിനെ വിഴുങ്ങേണ്ട സാഹചര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വർഷങ്ങളായി ഈ മുന്നണി സംവിധാനം നിലവിൽ വന്ന കാലങ്ങൾ മുതൽ KSU MSFും യോജിച്ച് മുന്നോട്ട് പോവുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളാണ്. ഞങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ചും ചർച്ച ചെയ്തും പരിഹരിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന, ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിൽ പോലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകൾ തന്നെയാണ്. ആ രീതിയിൽ പോകുന്ന MSFനെയും KSUവിനെയും കൂട്ടിക്കെട്ടിയിട്ട് തൽക്കാലം SFI ഇപ്പോൾ RSSന് വേണ്ടി MSFനെതിരെ ഓശാന പാടാൻ നിൽക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജവാബ് അബ്ദുവിനെതിരെ ആദ്യം MSF പരാതി നൽകി, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് തോന്നുന്നു പരാതി നൽകി. സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് QEC-മാരെ SFI കുറച്ചു നൽകാൻ KSU ജില്ലാ പ്രസിഡന്റ് ശ്രമിച്ചു എന്നതാണ് നിങ്ങളുടെ സംഘടനക്കകത്ത് തന്നെ ഉയർന്ന, അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ നിന്ന് ഉയർന്ന പരാതി. അത് പരിശോധിച്ചിരുന്നു KSU? അല്ല, അത്തരമൊരു പരാതി ഈ പറഞ്ഞാൽ മാധ്യമ വാർത്തകൾക്കപ്പുറത്തേക്ക് സംഘടനാ തലത്തിൽ പരിശോധിക്കേണ്ടുന്ന രീതിയിലേക്കുള്ള ഒരു പരാതിയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ച് നേതൃത്വത്തിന് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരസ്യമായി സംഘടന ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അപമാനിക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രചരണത്തിന് വേണ്ടിയുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ ഉൾപ്പെടെ നടപടി സ്വീകരിക്കുമെന്നുൾപ്പെടെ കഴിഞ്ഞ ദിവസം സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ അങ്ങനെ ഒരു പരാതി MSFനെതിരെയോ ഈ പറയപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാർക്കെതിരെയോ ഞങ്ങളെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. ഇല്ലാത്ത പരാതിയുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി MSFനെ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ ഇട്ടത്. അല്ല, അത്തരം അഭിപ്രായ പ്രകടനം അതുകൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കേവലം അടിസ്ഥാനരഹിതമായ അത്തരം വിഷയങ്ങൾ, ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പൊതുമധ്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലല്ല അത് പ്രകടിപ്പിക്കേണ്ടത് എന്ന കൃത്യമായ നിർദ്ദേശവും താക്കീതും തന്നെയാണ് അക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. അല്ല, അവരോട് ഒരു പരാതി ഇല്ലാത്തതാണെന്ന് പറയുന്നു. ഇല്ലാത്തൊരു പരാതി ചില നേതാക്കൾ പ്രതികരണം നടത്തുന്നു, അതിൽ പിന്നീട് ഒരു താക്കീത് നൽകുന്നു. അങ്ങനെ ഇല്ലാത്ത പരാതിയിൽ അല്ല, അതുകൊണ്ടാണല്ലോ അതിനെ ഈ പറയപ്പെട്ട രീതിയിൽ അതിനെ നിയന്ത്രിക്കാനും താക്കീത് ചെയ്യാനൊക്കെ, അത്തരം പ്രവണതകൾ അനുവദിക്കില്ല എന്ന് പറയാനൊക്കെ രംഗത്ത് വരേണ്ടി വരുന്നത്. ആ രീതിയിൽ ഒരു പരസ്യ പ്രതികരണമോ സോഷ്യൽ മീഡിയയിലല്ലല്ലോ ഇനി അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കേണ്ടത്. പാർട്ടി കൃത്യമായ വേദികളുണ്ട്, പാർട്ടിയുടെ സംഘടനയുടെ കൃത്യമായ സംഘടനാ സംവിധാനം അനുസരിച്ചുള്ള യോഗങ്ങൾ ചേരാറുണ്ട്. അത് ജില്ലാ കമ്മിറ്റി ആണെങ്കിലും സംസ്ഥാന കമ്മിറ്റി ഒക്കെ ചേരാറുണ്ട്.
അത് KPC പ്രസിഡന്റിനോട് തന്നെ നിങ്ങൾ ചോദിച്ചല്ലോ. അത് സംബന്ധിച്ചൊരു പരാതി കിട്ടിയിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി? MSF പ്രസിഡന്റ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. MSF പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ടോ? KPC പ്രസിഡന്റ് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞത്? നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? രാജ്മോഹൻ ഉണ്ണിത്താൻ MP അങ്ങനെ ഒരു പരാതി കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കൊടുത്ത വാർത്തകളിൽ ഇങ്ങനെ ഒരു പരാതി കാണുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇല്ലാത്തൊരു വാർത്തയ്ക്കാണോ ഈ നേതാക്കളൊക്കെ, സംസ്ഥാന നേതാക്കളാണ്, ഇല്ലാത്തൊരു വാർത്ത, ഒരു വെറുതെ ഒരു മാധ്യമ വാർത്ത ഉണ്ടാവും, അതില്ലാത്തൊരു സംഭവം, അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണോ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരും പിന്നെ ഒരു ജില്ലാ പ്രസിഡന്റൊക്കെ പ്രതികരണം നടത്തുക? സാധാരണ അങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുമല്ലോ. അപ്പൊ ഒരു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഈ കേസ് നേതാക്കൾ പ്രതികരിക്കുന്നത്? അല്ല, വാർത്തകൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ വൈകാരികമായ പ്രതികരണങ്ങൾ അതിനകത്ത് ഉണ്ടാകാം. അത് ഉണ്ടായതിൽ ആരും ഈ പറഞ്ഞ പോലെ ഒരു കുറ്റപ്പെടും. പക്ഷെ അങ്ങനെ പാടില്ല എന്ന് വളരെ കൃത്യമായി അങ്ങനെ എടുത്ത് ചാടി ഒരു പ്രതികരണം ഒരു വിഷയത്തിനും, പ്രത്യേകിച്ച് ഇതുപോലെ സംഘടനാപരമായ വിഷയങ്ങളിൽ മുന്നണി സംവിധാനം ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ അത്തരം പരാതികൾ വന്നാൽ ആ കാര്യങ്ങൾ സംഘടനക്കകത്ത് പറയുന്നതിനപ്പുറത്തേക്ക് പൊതുമധ്യത്തിൽ അത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായ നിർദ്ദേശം തന്നെയാണ്. അത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണെങ്കിലും സംസ്ഥാന ഭാരവാഹികളാണെങ്കിലും ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ നിർദ്ദേശം തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് അക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. MSF ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ സർവകലാശാലയിൽ തന്നെ ഒരു സെനറ്റിനകത്ത് ഒരു സീറ്റ് വേണമെന്ന ആവശ്യവുമായി KSU MSF സമീപിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആവശ്യത്തിന് സമീപിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ അവിടെ സെനറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ പരസ്പരം MSF വേറെയും KSU വേറെയൊക്കെയാണ് മത്സരിച്ചത്, SFI വേറെയൊക്കെയാണ് മത്സരിച്ചത്. സമാനമായ രീതിയിൽ തന്നെ അവരവരുടെ സംഘടനയുടെ ഐഡന്റിറ്റിയിൽ നിലനിന്നുകൊണ്ട് തന്നെയാണ് സെനറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലെയല്ല, സെനറ്റ് തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും SFIയെ പോലൊരു സംഘടന ജയിച്ചു വരയുന്ന സാഹചര്യം ഒഴിവാക്കാൻ അത്തരം നീക്കുപോക്കുകൾ ആവശ്യമെങ്കിൽ അത് ഞങ്ങൾ നിർവഹിക്കും. അതിനകത്ത് ഞങ്ങളൊരു മുന്നണിപ്പെട്ട ആളും, ഞങ്ങൾ ഇപ്പം SFIയും മറ്റ് വിദ്യാർത്ഥി സംഘടന പോലെ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകളൊന്നുമല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്കുകൾ ആവശ്യമാണെങ്കിൽ ഞങ്ങളത് ചെയ്യും. ഈ സർവകലാശാല തെരഞ്ഞെടുപ്പ് സംഘർഷം ഉണ്ടാക്കിയത് MSFും KSU നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് CPIയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അല്ല, KSUവിനെ സംബന്ധിച്ചും MSFിനെ സംബന്ധിച്ചും കണ്ണൂർ സർവകലാശാലയിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി 2 ജില്ലാ എക്സിക്യൂട്ടീവുകൾ ജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം നേരത്തെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, കണ്ണൂർ പോലൊരു സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിൽ ഒരു തെരഞ്ഞെടുപ്പിനിടയിൽ സംഘർഷം ഉണ്ടായാൽ അത് എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ വേണ്ടി പോകുന്നത്. ബോധപൂർവം KSUവും MSFും കൂടിയാണ് നമ്മൾ ജയിക്കാൻ പോകുന്ന വർഷങ്ങൾക്ക് ശേഷം ചരിത്രപരമായ വിജയം ഞങ്ങൾ നേടാൻ പോകുമ്പോൾ ഞങ്ങൾ അവിടെ സംഘർഷം ഉണ്ടാക്കിയിട്ട് അലങ്കോലാക്കി എന്നൊക്കെ പറഞ്ഞാൽ വിവരവും ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അങ്ങനെ പലതും പറയും. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു SFI നേതാവിനേക്കാൾ താഴെയുള്ള നിലവാരത്തിൽ പ്രതികരണം നടത്തുന്ന ആളായിട്ട് മാത്രമേ ഞങ്ങൾ നോക്കി കാണൂ.